ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. മക്കളെ, നാളെയാണ് നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം അല്ലേ. അപ്പൊ എൻ്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ ഈ ഒരു റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് മാർക്കിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. മക്കളെ, തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് എൻ്റെ കുട്ടികൾ കാണണം. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. റെഡി? യെസ്. അപ്പം മക്കളെ, ഇതാ തുടങ്ങുന്നു. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് അല്ലേ. അതായത് രാസമാറ്റം, ഭൗതിക മാറ്റം എന്ന് തരംതിരിക്കാനാണ്. നമുക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ തരംതിരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ചേഞ്ച് ആണ്, ഒരു താൽക്കാലിക മാറ്റമാണ് അല്ലേ. കുറച്ച് നേരം കഴിയുമ്പോൾ പഴയ പോലെ ആവും. ചില നമുക്ക് തിരിച്ച് മാറ്റാം അല്ലേ, തിരിച്ച് മാറ്റാൻ സാധിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാലോ അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്, അതൊരു സ്ഥിരമാറ്റമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് വൺസ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. വിറക് കത്തിച്ച് കരിനെ നമുക്ക് തിരിച്ച് വിറകാക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തെ ഐസാക്കി, ഐസ് ഉരുക്കിയാൽ നമുക്ക് തിരിച്ച് വെള്ളമാക്കാം. അപ്പം അതൊരു ടെമ്പററി ചേഞ്ച് ആണ്, താത്കാലിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം. അപ്പം ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നവരെ വേഗം തന്നെ തരംതിരിക്കാം. ഒന്നാമത്തെ ആള് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകുന്നു. ഐസ് ഉരുകിയാൽ വെള്ളമാകും. വെള്ളത്തെ തണുപ്പിച്ചാൽ വീണ്ടും ഐസാക്കാം. അപ്പൊ ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ, ഭൗതിക മാറ്റമാണ്. അതിനാണ് ഞാൻ പി എന്നിട്ടിട്ടുള്ളത് കേട്ടോ. ഹീറ്റ് മഗ്നീഷ്യം ഇൻ വാട്ടർ. മഗ്നീഷ്യത്തിനെ ജലത്തിൽ ചൂടാക്കുന്നു. പക്ഷെ മക്കളെ, മഗ്നീഷ്യത്തിൽ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ആവും. ഇവരെ നമുക്ക് തിരിച്ച് മഗ്നീഷ്യം വെള്ളമാക്കി മാറ്റാൻ പറ്റില്ല. അപ്പം അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്, സ്ഥിരമാറ്റമാണ്. സോ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റമാണെന്ന് പറയാം. സിൽവർ ബ്രോമൈഡിനെ വെയിലത്ത് വെക്കുന്നു. സിൽവർ ബ്രോമൈഡിനെ വെയിലത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സിൽവർ ബ്രോമൈഡ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലേ, എന്നിട്ട് ഡീകമ്പോസ് ചെയ്ത് സിൽവർ ആയിട്ട് മാറും. അപ്പം നമ്മുടെ സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ആറ്റമായിട്ട് മാറും. അതുകൊണ്ടാണ് മഞ്ഞ കളറ് കറുത്ത കളറായിട്ട് മാറുന്നത്. ശരിയല്ലേ? ഈ കറുത്ത കളറ് സിൽവറിനെ കുറച്ചു നേരം വെയിലത്തുനിന്ന് എടുത്ത് അകത്ത് കൊണ്ട് വെച്ചാൽ രാത്രി ആയാൽ അവർ തിരിച്ച് സിൽവർ ബ്രോമൈഡ് ആവോ? ആവില്ല അല്ലേ. അപ്പൊ ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെങ്കിൽ ഒരു രാസമാറ്റമാണ് എന്ന് നമ്മൾ പറയില്ലേ. കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റമാണ്. ഇനി സോഡ വാട്ടർ തുറക്കും. അതായത് സോഡ കപ്പി തുറക്കുമ്പോൾ സോഡ വാട്ടർ ഉണ്ടാകുന്ന മാറ്റം. സോഡ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സൊല്യൂഷൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഡ നമ്മൾ കുപ്പി തുറക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മേലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പുതിയ ആൾക്കാർ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പുതിയ ഒരു പെർമനന്റ് ചേഞ്ച് ഒന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ വെള്ളത്തിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചാൽ അതിനെ നമുക്ക് സോഡ വാട്ടറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ആരൊക്കെയാ? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. 1 സോഡിയം, 2 പൊട്ടാസ്യം അല്ലേ. ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മക്കളെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും നമ്മൾ പറയും ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ശരിയല്ലേ? അതായത് ഇവരുടെ ക്രിയാശീലം എന്ന് പറയുന്നത്, ഇവരുടെ ക്രിയാശീലം വളരെ കൂടുതലാണ് അല്ലേ, വളരെ കൂടുതലാണ്. അപ്പൊ ക്രിയാശീലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? എയറുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യും അല്ലെ. പെട്ടെന്ന് തന്നെ മോയ്സ്ചറുമായിട്ട്, എയറിലൊരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ, ഒരു വെള്ളത്തുള്ളി ഉണ്ടെങ്കിൽ ഇവർ റിയാക്ട് ചെയ്യും, അവിടെ മൊത്തം തീ പിടിക്കും. ഇത് തടയാനാണ് നമ്മൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് അല്ലേ. അപ്പൊ റീസൺ ഇവർ ഹൈലി റിയാക്റ്റീവ് ആണ്, ക്രിയാശീലം എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത ചോദ്യമാണ്. ചില ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ചില മെറ്റൽസിനെ, ചില ലോഹങ്ങളെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയണം. ടങ്സ്റ്റർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സോഡിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ചോദ്യം നോക്കാം. വിച്ച് മെറ്റൽ വിത്ത് ഹൈ മാലിബിലിറ്റി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ് അല്ലെ. അതായത് മക്കളെ, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ഉയർന്ന മാലിബിലിറ്റി ഉള്ളതും ആർക്കാണ്? ആരെയാ നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? ഹൈലി മാലിബിൾ ആയിട്ടുള്ള ഒരു മെറ്റലിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാ?
മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാം അല്ലെ. ഹാമർ ചെയ്ത് തിൻ ഷീറ്റാക്കി മാറ്റുന്നതാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാ മക്കളെ? അത് മറ്റാരുമല്ല, ഗോൾഡ് ആണ് അല്ലെ. അതാരാണ് മക്കളെ? നമ്മുടെ സ്വന്തം സ്വർണമാണ്. അപ്പൊ ഡക്റ്റിലിറ്റി മറ്റേ വയറാക്കി മാറ്റില്ലേ, കനം കുറഞ്ഞ വയർ, ഫൈൻ വയേഴ്സ് ആക്കി മാറ്റില്ലേ, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പ്ലാറ്റിനത്തിനാണ്. പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും താപചാലകത, വൈദ്യുത ചാലകത, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സിൽവറിനാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആര് മക്കളെ? തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന ആരാ? തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 3 ആൾക്കാരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മിസ് ഇവിടെ താഴേക്ക് എഴുതാം. കോൾഡ് വാട്ടർ അല്ലേ, തണുത്ത ജലം. മലയാളത്തിൽ കൂടെ എഴുതട്ടെ, എൻ്റെ മലയാളം മീഡിയത്തിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. തണുത്ത ജലം അല്ലെങ്കിൽ കോൾഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന 3 പേര് പഠിക്കാനുണ്ട്. സോഡിയം, പൊട്ടാസ്യം, ഇതാരാ? ആരാ? കാൽഷ്യം അല്ലെ. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇവർ 3 പേരുമാണ്. മഗ്നീഷ്യം ഹോട്ട് വാട്ടർ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കോപ്പർ ആണെങ്കിൽ റിയാക്ട് ചെയ്യില്ല, ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളതിൽ സോഡിയമാണ് ആൻസർ. ഇവരെ 3 പേരെയും പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി എന്താ മക്കളെ? വിച്ച് ഓഫ് ദീസ് ഈസ് ഹാർഡ് ബട്ട് കൊറോഡ്സ് ഈസിലി? അതായത് ഇതിലെ കാഠിന്യം കൂടിയതും വേഗത്തിൽ നാശനത്തിന് വിധേയമാകുന്നതുമായിട്ടുള്ളത് ആരാ? നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ, വീട് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. അതാരാ? നമ്മുടെ സ്വന്തം ഇരുമ്പാണ് അല്ലെ, അയൺ ആണ്. ആള് നല്ല ഹാർഡാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ വേഗത്തിൽ ലോഹനാശനത്തിന് വിധേയമാവും അല്ലെ, വേഗത്തിൽ തുരുമ്പിച്ച് പോകും. അപ്പൊ തുരുമ്പിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? പെയിന്റ് അടിക്കും, എണ്ണ തൂക്കും, ഓയിലിങ്ങും പെയിന്റിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു വെക്കും. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ സ്റ്റുഡൻറ് ട്രൈസ് ടു പ്ലേറ്റ് ആൻ അയൺ നെയിൽ വിത്ത് കോപ്പർ. അതായത് മക്കളെ ഒരു കുട്ടി ഇരുമ്പാണിയിൽ കോപ്പർ പൂശാനായിട്ട് നോക്കുകയാണ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഈ താഴെ തന്നിട്ടുള്ളതിൽ വെച്ച് ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പം മക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇരുമ്പാണിയുണ്ട് അല്ലെ, ഇരുമ്പാണിയുണ്ട്. ഈ ഇരുമ്പാണിയുടെ മേലെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കോപ്പർ പൂശണം. അപ്പൊ കോപ്പർ പൂശണമെങ്കിൽ നമുക്ക് ആരെയൊക്കെ വേണം? ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇരുമ്പാണി അല്ലെ, അല്ലെങ്കിൽ അയൺ നെയിൽ വേണം. രണ്ടാമതായിട്ട് പ്ലേറ്റ് ചെയ്യേണ്ടത് ആരെ കൊണ്ടാ? കോപ്പറിനെ കൊണ്ടാണ്. സോ നമ്മൾ ഇവിടെ കോപ്പർ റോഡ് എടുക്കണം അല്ലെ, കോപ്പർ ദണ്ടിനെ നമ്മൾ എടുക്കണം. ഇനി ആരെ കൊണ്ടാണോ പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്, ആരെ കൊണ്ടാണോ വൈദ്യുത ലേപനം ചെയ്യേണ്ടത്, അയാളുടെ സൊല്യൂഷൻ എടുക്കണം അല്ലെ. ഇപ്പൊ കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ കോപ്പറിന്റെ സാന്നിധ്യമുള്ള ലൈനി, അതായത് കോപ്പർ സൾഫേറ്റ് നമ്മൾ ഇവിടെ എടുക്കണം. ഇനി എന്തൊക്കെ വേണം? വയറ് വേണം, പിന്നെ അതേപോലെ തന്നെ ബീക്കർ വേണം, പിന്നെ വാട്ടർ വേണം. മതിയോ? ഇത്ര ആൾക്കാർ മതി അല്ലേ. അപ്പൊ ഇനി നമുക്കൊന്ന് വരച്ചൂടെ? അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഇരിക്കട്ടെ. യെസ്, നമുക്ക് നമ്മുടെ ബീക്കർ വരയ്ക്കാം. ബീക്കർ വെച്ചു, ഇരുമ്പാണിയെ മിസ് വെച്ചിട്ടുണ്ട്. ഇത് അയൺ നെയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പുറത്ത് ആരെ വെക്കണം? നമുക്ക് കോപ്പറിനെ വെക്കാം, കോപ്പർ റോഡിനെ വെക്കാം അല്ലേ. കോപ്പർ റോഡിനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബാറ്ററിക്ക് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. വലിയ വര, ചെറിയ വര അല്ലേ. ഈ ചെറിയ വര എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള സൈഡും, വലിയ വര എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള സൈഡുമാണ്. അപ്പോൾ ആരെയാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് അവരെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ഇരുമ്പിനെയാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ടത്. സോ ഇരുമ്പിനെ നമ്മൾ ബാറ്ററിയുടെ ചെറിയ വര അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. ആരെ കൊണ്ടാണോ വൈദ്യുത ലേപനം നടത്തേണ്ടത്, ആരെ കൊണ്ടാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത്, അയാൾ നമ്മൾ ബാറ്ററിയുടെ വലിയ വര അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ കോപ്പറിനെ ഞാനിവിടെ പോസിറ്റീവ് സൈഡിലേക്കും ഇരുമ്പിനെ ഞാനിവിടെ നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്യും, ചെറിയ വരയിലേക്കും കണക്ട് ചെയ്യും. ഇത്രയും മതിയോ? പോരാ. ഇവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ കൂടെ വേണം അല്ലേ. ഏത് സൊല്യൂഷനാണ് നമ്മൾ എടുത്തത്? കോപ്പറിന്റെ പ്രസൻസ് ഉള്ള ലൈനി അല്ലേ, കോപ്പർ സൾഫേറ്റ് ആണ്. ഇത്രയും ആയാൽ ഇനി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കും.
ഓക്കെ, സെറ്റാണോ? യെസ്. അപ്പോൾ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയണിൻ്റെ കൊറോഷൻ ഉണ്ടല്ലോ, ഈ കൊറോഷൻ അല്ലെങ്കിൽ ലോഹനാശനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എൻ്റെ കുട്ടികൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളിലെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്കുള്ള നമ്മുടെ മെഗാ മാരത്തോൺ 100% ഷുവർ ക്വസ്റ്റ്യൻ്റെ ലൈവിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും എത്തണം. ഈ ഒരു ലൈവിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും ആ ലൈവ് മിസ് ചെയ്യരുത്. സോ നമുക്ക് വൈകിട്ട് കാണാം മക്കളെ. ചക്കരയുമ്മ, ബൈ.